ത്രികോണവും എന്ന ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ. ആംഗിൾ മെഷേഴ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഗിവൺ 30 degree, 70 degree, 80 degree if the length of the smallest side is 10 centimeter. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റ് വശങ്ങളുടെ നീളം കാണുക എന്നാണ്. നമുക്ക് ത്രികോണത്തിന് പേര് കൊടുക്കാം, ABC എന്ന് പേര് കൊടുക്കുകയാണ്. ഇതിലെ ഏറ്റവും ചെറിയ ആംഗിൾ 30 ഡിഗ്രിയാണ്. ഇത് 30 ഡിഗ്രിയാണ്, ഇത് 70യും ഇവിടെ 80യുമാണ്. ഏറ്റവും ചെറിയ സൈഡ് 10 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ചെറിയ ആംഗിളിനെതിരെ കിടക്കുന്നതായിരിക്കും ഏറ്റവും ചെറിയ സൈഡ് എന്ന് പറയുന്നത്. അങ്ങനെ വേണം അത് മനസ്സിലാക്കാൻ. ഏറ്റവും ചെറിയ കോണിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന സൈഡാണ് 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് അടയാളപ്പെടുത്തുക. ഇനി മറ്റ് രണ്ട് വശങ്ങളുടെ, അതായത് ABയും ACയും ആണ് നമുക്ക് കാണേണ്ടത്. ഇതിന് നമുക്ക് സൈൻ റൂൾ ഉപയോഗിക്കാം. സൈൻ റൂൾ എന്ന് പറഞ്ഞാൽ അതറിയാലോ, ആംഗിളും അതിൻ്റെ എതിർവശവും തന്നാൽ, ഒരു കോണും അതിനെതിരെ കിടക്കുന്ന വശവും തന്നാൽ ഇത് ക്യാപിറ്റൽ എയുടെ എതിർവശം ആയതുകൊണ്ട് അത് സ്മോൾ ലെറ്റർ എ എന്ന് വിളിക്കാം. ഇത് ക്യാപിറ്റൽ ബിയുടെ എതിർവശം സ്മോൾ ലെറ്റർ ബി ആണ്. ഇത് സ്മോൾ ലെറ്റർ സി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈൻ റൂൾ അപ്ലൈ ചെയ്യാം. എന്താണ് എ ബൈ സൈൻ എ ഡിവൈഡഡ് ബൈ സൈൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബി ബൈ സൈൻ ക്യാപിറ്റൽ ബി എന്ന് പറയുന്നതും സി ബൈ സൈൻ ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് 2 ഇൻറ്റു റേഡിയസ് ഓഫ് ദി സർക്കം സർക്കിൾ എന്നാണ്. നമുക്ക് തൽക്കാലം അതിലേക്ക് പോകണ്ട. അപ്പോൾ സ്മോൾ ലെറ്റർ എ ഇവിടെ 10 ആണ്. 10 ഡിവൈഡഡ് ബൈ സൈൻ 30 ഡിഗ്രി ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ ബി അറിയില്ല, ബി ഡിവൈഡഡ് ബൈ സൈൻ ബി. സൈൻ ബി എന്ന് പറയുന്ന ആംഗിൾ സൈൻ 70 ആണ്. സൈൻ 70 ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ സൈൻ സി എന്ന് പറയുന്നത് സൈൻ 80 ആണ്. ഓക്കെ, അപ്പോൾ 10 ഡിവൈഡഡ് ബൈ സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. 0.5 എന്നാണ് 1/2 ആയിട്ട് നമുക്ക് 30 ഡിഗ്രി ആയതുകൊണ്ട് ടേബിൾ വാല്യൂ അല്ലാത്ത ഫ്രാക്ഷൻ വാല്യൂ കൊടുക്കാം. ഈസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ സൈൻ 70യുടെ വാല്യൂ എന്ന് പറയുന്നത്, സൈൻ 70 പ്രോബ്ലത്തിലുണ്ട് 0.94 ആണ്. 0.94 ഈസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ സൈൻ 80യുടെ വാല്യൂ 0.98 ആണ്. ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇത് 10 ഇൻറ്റു ഇത് റെസിപ്രോക്കലാക്കി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/1 എന്നാവും. ഈസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ 0.94 എന്നും സി ഡിവൈഡഡ് ബൈ 0.98 എന്നാണ്. 0.98. ഇത് 20 ഈസ് ഈക്വൽ ടു ബി ബൈ 0.94. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ബി ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 0.94 എന്നാവും. അപ്പോൾ 94നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 188 എന്നാവും. ഒരു 0 ചേർക്കുക, 20യുടെ ഒരു 0 ചേർക്കുക, 2 സ്ഥാനം മാറ്റുക, 18.8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതാണ് സ്മോൾ ലെറ്റർ ബി, 18.8 സെൻറ്റിമീറ്റർ എന്നാവും. ഇനി 20 ഈസ് ഈക്വൽ ടു സി ബൈ, ഇത് അടുത്തത് അവസാനത്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇത് മൂന്നും തുല്യമാണ്, അപ്പോൾ ആദ്യത്തെ അവസാനത്തെ തുല്യമായിരിക്കും. അപ്പോൾ 20 ഈസ് ഈക്വൽ ടു സി ബൈ 0.98 എന്നാണ്. സിയുടെ വാല്യൂ കാണുന്നത് 20 ഇൻറ്റു 0.98 എന്ന് കിട്ടും. 98ൻ്റെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 98 ഇൻറ്റു 2 196 എന്ന് കിട്ടും. 0 ചേർക്കുക, 19.6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് സിയുടെ വാല്യൂ, 19. ഇങ്ങനെ നമുക്ക് സൈഡുകൾ കാണാൻ പറ്റും. ഓക്കെ, AB is a chord of a circle with the center O. Angle AOB is 70 degree. AB 16 centimeter. Find the diameter of the circle. O കേന്ദ്രമായ വൃത്തത്തിലെ ഒരു ഞാണാണ് AB. ഇപ്പോൾ ഇവിടെ O കേന്ദ്രമായ വൃത്തം, അതിലെ ഒരു ഞാൻ വരയ്ക്കുന്നു. AB എന്ന് പറയുന്നത് അതിലെ ഒരു ഞാണാണ്. AB ഞാണാണ്. ആംഗിൾ AOB 70 ഡിഗ്രിയാണ്. ഇവിടെ ഉണ്ടാകുന്ന കോണെന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. കോൺ AOB എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. ഓക്കെ, സൈൻ 35 0.57 എന്ന് ചോദ്യത്തിലുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ത്രികോണം, വൃത്തത്തിലെ 3 ബിന്ദുക്കളായിട്ട് വരുന്ന ഒരു ത്രികോണം, വൃത്തത്തിലെ 3 ബിന്ദുക്കൾ ശീർഷങ്ങളായിട്ട് വരുന്ന ഒരു ത്രികോണം നിർമ്മിക്കുക. അതായത് ഇവിടെ O ആണെങ്കിൽ നമുക്കിവിടെ സി എന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ, വൃത്തത്തിൽ സി എന്ന് പേര് കൊടുത്താൽ CA ജോയിൻ ചെയ്യുക. CAയും CBയും യോജിപ്പിച്ചു കഴിഞ്ഞാൽ
ത്രികോണം എ ബി സി കിട്ടും. ഇവിടെ ഉണ്ടാകുന്ന കോണം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ 70ൻ്റെ പകുതിയായിരിക്കും, 35 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ത്രികോണ എ ബി സിയുടെ പരിവൃത്തമാണിത്. ദി സർക്കിൾ ഈസ് ദി സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയുടെ സർക്കം സർക്കിൾ ആകുമ്പോൾ എ ബി ഇസ് എ കോഡ് ഓഫ് ലെങ്ത് 16 സെൻറ്റിമീറ്റർ ആണ്. 16 സെൻറ്റിമീറ്റർ ആണ്. ആ 16 സെൻറ്റിമീറ്ററിന് നേരെ എതിരെ കിടക്കുന്ന കോണിൻ്റെ അളവ് 35 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൈൻ റൂള് നമുക്കിവിടെ ഉപയോഗിക്കാം. ഓക്കെ, എന്താണ് സൈൻ റൂൾ എന്ന് പറയുന്നത്? 16 എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ സിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതാണ്. അപ്പോൾ ഇത് സ്മോൾ ലെറ്റർ സി ആണ്. 16 എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ സി ആണ് 16. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 35 ഡിഗ്രിയാണ്. ഓക്കെ, ബാക്കി നമുക്ക് ഈ എ ബിയുടെ ആംഗിളിനെ കുറിച്ചൊന്നും നമുക്കിപ്പോൾ തൽക്കാലം നോക്കണ്ട. അപ്പോൾ എങ്ങനെ എഴുതാം? എ ബൈ, ഇതാണ് റൂൾ, ഇതാണ് എ ബൈ സൈൻ എന്ന് പറഞ്ഞാലും ബി ബൈ സൈൻ ബി എന്ന് പറഞ്ഞാലും സി ബൈ സൈൻ സിയുടെ വാല്യൂ 2r ആണ് എന്ന് നമുക്കറിയാം. വേർ ആർ ഇസ് ദി റേഡിയസ് ഓഫ് ദി സർക്കം സർക്കിൾ. സ്മോൾ ലെറ്റർ ആർ ആയിട്ടോ ക്യാപിറ്റൽ ലെറ്റർ ആർ ആയിട്ടോ നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സിയും സൈൻ സി ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എടുക്കാം. ഓക്കെ, ഇതെടുത്തു കഴിഞ്ഞാൽ സി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ സി 16 ആണ്. 16 ഡിവൈഡഡ് ബൈ സൈൻ 35 സമം 2r എന്ന് കിട്ടും. നമ്മളോട് ചോദ്യം ഡയമീറ്റർ ആണ്. 2r എന്ന് പറയുന്നത് ആരത്തിൻ്റെ ഇരട്ടിയാണ്, അപ്പോൾ ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ 2r ഈസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ സൈൻ 35ൻ്റെ വില 0.57 ആണ്, 0.57 ആണ്. 100 കൊണ്ട് ഗുണിക്കുക. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 100 കൊണ്ട് ഗുണിച്ചാൽ ഇത് 1600/57 എന്ന് കിട്ടും. അതായിരിക്കും ഡയമീറ്റർ. 1600/57. ഓക്കെ, 1600/57 എന്ന് പറയുമ്പോൾ എത്ര വരും? എത്ര പ്രാവശ്യം? 160ൽ 2 പ്രാവശ്യമുണ്ട്. അപ്പോൾ 7 × 14, 7 × 10 1 11 ആവും. 10 - 4 6 ആവും. 5 - 1 4 ആണ്. 460 ആവും. എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം അല്ലേ? 56, 5, 45, 45. ഇവിടെ റിമൈൻഡർ 4 ആണ്. ഓക്കെ, 28 പോയിൻ്റ്. അടുത്തത് 40 ആണ്. ഇതിൽ അടങ്ങത്തില്ല. അപ്പോൾ പോയിൻ്റ് ഇട്ടു, 0 ചേർത്തു, വീണ്ടും ഒരു 0 ചേർക്കുക. 400ൽ എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം അല്ലേ? അപ്പോൾ നമുക്ക് 28.1 എന്ന് എടുക്കാം. 28.1. therefore ഡയമീറ്റർ വ്യാസം സമം 28.1 സെൻറ്റിമീറ്റർ എന്നാണ് വ്യാസം, വൃത്തത്തിൻ്റെ വ്യാസം. ഓക്കെ, AC and BC are two equal chords of a circle with diameter AB. If the equal chords have length 10 cm, find the area of the circle. എന്താണ്? AB വ്യാസമായ, ഇവിടെ ഒരു വ്യാസം കൊടുക്കുവാണ്. AB വ്യാസമായ ആണ് AB. നമുക്ക് പേര് കൊടുക്കാം. AB ഡയമീറ്റർ ആണ്. AB വ്യാസമായ വൃത്തത്തിലെ 2 ഞാണുകളാണ് AC BC. ഇത് ACയും ഇത് BCയും. രണ്ടിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ഇതാണ്. 10 സെൻറ്റിമീറ്റർ. ഇവിടെയും 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന കോണെന്ന് പറയുന്നത് 90 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. ഇത് അർദ്ധവൃത്തത്തിലെ കോൺ മട്ടകോണാണെന്നുള്ള പറയുന്ന കാര്യം എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് 90 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് AB കാണാം. AB കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ ആരം കിട്ടും. അതുപയോഗിച്ച് നമുക്ക് വൃത്തത്തിൻ്റെ പരപ്പളവ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ AB എങ്ങനെയാണ് കാണുന്നത്? AB ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ, ദറ്റ് ഈസ് റൂട്ട് ഓഫ് 100 പ്ലസ് 100, ദറ്റ് ഈസ് റൂട്ട് ഓഫ് 100 × 2. 100ൻ്റെ സ്ക്വയർ റൂട്ട് 10 ആണ്. 10 √ 2 എന്ന് കിട്ടും AB. therefore റേഡിയസ്, ആരം സമം, therefore റേഡിയസ് ഈസ് ഈക്വൽ ടു പകുതി, ABയുടെ പകുതിയാണ്. അപ്പോൾ 10 2 ഹരിക്കുമ്പോൾ 5 √ 2 എന്ന് കിട്ടും. പരപ്പളവ് സമം, വൃത്തത്തിൻ്റെ പരപ്പളവ്, ഏരിയ ഓഫ് ദി സർക്കിൾ
വൃത്തത്തിൻ്റെ പരപ്പളവ് സമം പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ പൈ ഇൻറ്റു 5√2 സ്ക്വയർ. ഓക്കെ, അത് ഈസ് പൈ ഇൻറ്റു 5 സ്ക്വയർ. ഇത് 5√2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓരോന്നിനും പ്രത്യേകം സ്ക്വയർ. 5 സ്ക്വയർ 25 വരും, √2 സ്ക്വയർ 2 ആണ്. അപ്പോൾ ഇത് എത്ര വരും? 25 × 2 50 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ 125 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് എ ബി സി ആണ്. എ ബി സി ആംഗിൾ എ എന്ന് പറയുന്നത് 125 ഡിഗ്രിയാണ്. ഓക്കെ, ബി സി 8 സെൻറ്റിമീറ്റർ ആണ്. ഇത് 8 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കം സർക്കിൾ. ഈ വൃത്തത്തിൻ്റെ ആരം എത്രയാണെന്നാണ്. അപ്പോൾ അത് നമ്മളിവിടെ ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ചോദ്യം നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇവിടെ ഇത് എ ബി സിയും ഇവിടെ ഒരു പോയിന്റ് ഡിയുമായിട്ട് എടുത്തുകൊണ്ട്, സർക്കിളിൽ ഒരു പോയിന്റ്, വൃത്തത്തിലൊരു പോയിന്റ് ഡി എടുത്തുകൊണ്ട് ബി ഡിയും സി ഡിയും യോജിപ്പിക്കുക. ബിയിൽ നിന്ന് ഡിയിലേക്ക് യോജിപ്പിക്കുന്നു, സിയിൽ നിന്ന് ഡിയിലേക്ക് യോജിപ്പിച്ചാൽ എ ബി ഡി സി ഒരു ചക്രീയ ചതുർഭുജമാവും, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവും. എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഒരു ചക്രീയ ചതുർഭുജമാകും. അപ്പോൾ ചക്രീയ ചതുർഭുജമാകുമ്പോൾ എതിർകോണുകൾ കൂട്ടിയാൽ 180 കിട്ടും. അപ്പോൾ ഇത് 125 ആണെങ്കിൽ കോൺ ഡി എന്ന് പറയുന്നത് നമുക്ക് 180ൽ നിന്നും 125 കുറച്ചാൽ മതി. കോൺ ഡി എന്ന് പറയുന്നത് 180 - 125 സമം 55 ഡിഗ്രി എന്ന് കിട്ടും. അതിനാണ് ഇവിടെ ഈ സൈൻ 55 തന്നിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഈ ത്രികോണം ബി ഡി സി എടുത്തു കഴിഞ്ഞാൽ ഈ ബി ഡി സിയിലെ 3 പോയിന്റും 3 ശീർഷങ്ങളും വൃത്തത്തിലാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തെ ഇപ്പോൾ ഇവിടെ 55 ഡിഗ്രിയാണ്. ഈ 55 ഡിഗ്രിയുടെ എതിർവശത്തിൻ്റെ നീളം തന്നിട്ടുണ്ട്, 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് സൈൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? സൈൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എതിർവശം 8 ഡിവൈഡഡ് ബൈ സൈൻ 55 ഡിഗ്രി എന്ന് പറയുന്നത് 2r ആണ് എന്ന് കിട്ടും. മറ്റ് 2 കോണുകളെ കുറിച്ചൊന്നും അറിയില്ല. ഈ കോണും എതിർവശവും ഉള്ളത് കൊണ്ട് നമുക്ക് വൃത്തത്തിൻ്റെ ആരം 6 എന്ന് എടുത്തു കഴിഞ്ഞാൽ 2r കിട്ടും. ദാറ്റ് ഈസ് 2r ഈസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ സൈൻ 55ൻ്റെ വില 0.8 ആണ് ഇവിടെ, 0.82 എന്നാണ്. 0.82 എന്നാണ്. ഒരു 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ ഇത് 800 ഡിവൈഡഡ് ബൈ 82 എന്ന് കിട്ടും. അത് 2 കൊണ്ട് ഹരിച്ചാൽ 400 ഡിവൈഡഡ് ബൈ 41 എന്നാണ്. ഓക്കെ, അപ്പോൾ 400 ഡിവൈഡഡ് ബൈ 41 എടുത്തു കഴിഞ്ഞാൽ ഹരിച്ചു നോക്കാം. 400, അപ്പോൾ 2r വാല്യൂ ആണ്, 2r ആണ്. ഓക്കെ, നമുക്ക് വേണ്ടത് ഫൈൻഡ് ദി ഡയമീറ്റർ എന്നാണ്. അപ്പോൾ 2r തന്നെയാണ് നമുക്ക് വേണ്ടത്. 400നെ 41 കൊണ്ട് ഹരിക്കുക. 10 പ്രാവശ്യം ഇല്ല, 9 പ്രാവശ്യം. 9 36. ഓക്കെ, 3 10, 9 - 6 3, 31 എന്ന് കിട്ടും. ഓക്കെ, പോയിന്റ് ഇട്ടു, 0 ചേർത്തു. 310ൽ എത്ര പ്രാവശ്യം? 9.77. ഇത് 728 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഒരു പ്ലേസിന് ശരിയാക്കി എഴുതാം. ടു ദെയർഫോർ വ്യാസം സമം ഡയമീറ്റർ ഈക്വൽ ടു 2r-നെയാണ് ഡയമീറ്റർ എന്ന് വിളിക്കുന്നത്. ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 9.7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, ഇൻ ട്രയാങ്കിൾ എ ബി സി ആംഗിൾ 40 ഡിഗ്രി, ബി സി 8 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദി സർക്കം ഡയമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ. ത്രികോണം എ ബി സിയിൽ ഇതാണ് ത്രികോണം എ ബി സി. ത്രികോണം എ ബി സിയിൽ കോൺ എ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. ബി സി എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ്. പരിവൃത്തത്തിൻ്റെ ആരം എത്ര? അപ്പോൾ ഇവിടെ കോണും എതിർവശവും തന്നിട്ടുള്ളതുകൊണ്ട് ഇത് സ്മോൾ ലെറ്റർ എ ആണ്, ഇത് ക്യാപിറ്റൽ എ ആയാൽ നമുക്ക് സൈൻ റൂൾ ഇവിടെ ഉപയോഗിക്കാം. എങ്ങനെ സൈൻ റൂൾ ഉപയോഗിക്കുന്നത്? a/2r ഈസ് ഈക്വൽ ടു a/sin a ആണ്. നമ്മളുടെ ചോദ്യം സർക്കം ഡയമീറ്റർ എന്നാണ്. അപ്പോൾ 2r തന്നെയാണ് നമുക്ക് കാണേണ്ടത്. 6 കാണേണ്ട ചോദ്യത്തിലാണ് 2 കൊണ്ട് വീണ്ടും ഹരിക്കേണ്ടി വരിക. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് 8 ഡിവൈഡഡ് ബൈ സൈൻ 40. ഓക്കെ, ദാറ്റ് ഈസ് 8 ഡിവൈഡഡ് ബൈ സൈൻ 40ൻ്റെ വാല്യൂ 0.64 ആണ്.
അപ്പോൾ 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 800 ഡിവൈഡഡ് ബൈ 64 എന്ന് കിട്ടും. ഓക്കെ, 8 കൊണ്ട് ഹരിച്ചാൽ 8 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ 100 എന്നും ഇവിടെ 8 എന്നും കിട്ടും. 100/8 എന്ന് പറയുന്നത് നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. 4 കൊണ്ട് ഹരിക്കുമ്പോൾ 25ഉം ഇവിടെ 2 എന്ന് കിട്ടും. അപ്പോൾ 12.5 സെൻറ്റിമീറ്റർ ഉണ്ട്. Therefore diameter equal to 12.5 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, ത്രികോണ എ ബി സിയിൽ ബി സി 8 സെൻറ്റിമീറ്റർ ആണ്. ഇത് ബി സി 8 സെൻറ്റിമീറ്റർ ആണ്. എ എന്ന് പറയുന്നത് കോൺ എ 53 ഡിഗ്രിയാണ്. 53 ഡിഗ്രി. കോൺ ബി 67 ഡിഗ്രിയാണ്. ഓക്കെ, ഫൈൻഡ് ദി സർക്കം ഡയമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ. അപ്പോൾ 53ൻ്റെ സൈൻ 53 0.8 ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. എ ബൈ സൈൻ എ, അതായത് ഇത് സ്മോൾ ലെറ്റർ എ ആണ്, ഇവിടെ സൈൻ എയുടെ വാല്യൂ 0.8 എന്നുണ്ട്. അപ്പോൾ അത് സൈൻ റൂൾ നമുക്ക് ഉപയോഗിക്കാം. 2r ഈസ് ഈക്വൽ ടു എ ബൈ സൈൻ എ. ദറ്റ് ഈസ് എ എന്ന് പറയുന്നത് 8 ഡിവൈഡഡ് ബൈ സൈൻ എ എന്ന് പറയുന്നത് 53 ഡിഗ്രി. ദറ്റ് ഈസ് 8 ഡിവൈഡഡ് ബൈ 0.8 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 80 ഡിവൈഡഡ് ബൈ 8 എന്നാവും. 10 എന്ന് കിട്ടും. ഓക്കെ, 2r ആണ് ഡയമീറ്റർ. therefore diameter is equal to diameter of the circle is equal to 10 centimeter meter. Okay, can one cut out triangle of one side 7 centimeter and its opposite angle 40 degree? Triangle ABC, one side 7 centimeter and opposite angle 40 degree from a circular sheet of diameter 10 centimeter. ഇതിൻ്റെ ഡയമീറ്റർ, ഈ സർക്കുലർ ഷീറ്റിൻ്റെ ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ ആകുന്ന രീതിയിൽ 10 സെൻറ്റിമീറ്റർ ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിതിൻ്റെ പരിവൃത്തത്തിൻ്റെ ആരം കണ്ടെത്തുക എന്നുള്ളതാണ്. പരിവൃത്തത്തിൻ്റെ ആരം കണ്ടെത്തിയാൽ ഈ സർക്കുലർ ഷീറ്റ് 10 സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ, 10 സെൻറ്റിമീറ്ററിനേക്കാൾ കുറവാണെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ കണ്ടെത്താം, ട്രയാങ്കിൾ നിർമ്മിക്കാം. 10-ൽ കൂടുതലാണെങ്കിൽ നിർമ്മിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിവിടെ സൈൻ റൂൾ അപ്ലൈ ചെയ്യാം. സൈൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ 2r, ഡയമീറ്റർ എന്ന് പറയുന്നത് എ ബൈ സൈൻ എ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 7 ഡിവൈഡഡ് ബൈ സൈൻ 40 ആണ്. ദറ്റ് ഈസ് 7 ഡിവൈഡഡ് ബൈ സൈൻ 40 0.64 എന്നാണ്. 100 കൊണ്ട് ഗുണിക്കുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 700 ഡിവൈഡഡ് ബൈ 64 എന്നാണ്. 700 ഡിവൈഡഡ് ബൈ 64 എന്ന് പറഞ്ഞാൽ 350 ഡിവൈഡഡ് ബൈ 32 എന്നാണ് അല്ലേ. വീണ്ടും ഹരിച്ചാൽ 350ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 175/16 എന്നാണ്. 175നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം 16 അല്ലേ, 1 15 അടങ്ങത്തില്ല, 0 ചേർത്തു. അപ്പോൾ പോയിൻ്റ് ഇട്ട് 0 ചേർത്തു. 180ൽ എത്ര പ്രാവശ്യമുണ്ട്? 9 പ്രാവശ്യമുണ്ട് അല്ലേ. 9×6 54, 9×5 14, 10.9 എന്ന് കിട്ടും. അപ്പോൾ 10.9 ആയിട്ട് ഇതിപ്പോൾ 10 ഉള്ളൂ. ഈ സർക്കിൾ 10 ഉള്ളൂ. ഒരു ട്രയാങ്കിൾ നിർമ്മിക്കണമെങ്കിൽ, ഈ രീതിയിലുള്ള ഒരു ട്രയാങ്കിൾ നിർമ്മിക്കണമെങ്കിൽ വൃത്തത്തിൻ്റെ ആരം എത്രയാകണം? 10.9 ആകണം. അപ്പോൾ എന്തായാലും ഈ ഇങ്ങനെയുള്ള 10 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിനകത്തൊന്നും ഒരിക്കലും നമുക്ക് ഈ ട്രയാങ്കിൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ therefore we cannot form a triangle since എന്താണ് കാരണം? since the diameter of the paper, since the diameter of the given paper, given തന്നിരിക്കുന്ന പേപ്പർ കഷ്ണത്തിൻ്റെ ഡയമീറ്റർ is 10 centimeter, which is less than
ഇപ്പോൾ കിട്ടിയത് ഏതാണ്? 10.9. വി കനോട്ട് ഫോം എ ട്രയാങ്കിൾ. ഓക്കെ, വി കനോട്ട് ഫോം എ ട്രയാങ്കിൾ. നമുക്കൊരു ത്രികോണം നിർമ്മിക്കാൻ സാധ്യമല്ല. തന്നിരിക്കുന്ന പേപ്പറിൻ്റെ വൃത്താകൃതിയുള്ള പേപ്പറിൻ്റെ ആരം 10 സെൻറ്റിമീറ്റർ. അത് ഇപ്പോൾ കിട്ടിയ ഈ പരിവൃത്തത്തിൻ്റെ ആരത്തേക്കാൾ കുറവാണ്. പരിവൃത്തത്തിൻ്റെ ആരം ഇതാണ്. പരിവൃത്തത്തിൻ്റെ ആരമാണ് 10.9. റേഡിയസ് ഓഫ് ദി സർക്കം സർക്കിൾ 10.9 ആണ്.